ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡും ഉള്ളിയും വെച്ചിട്ട് ഒരു ബ്രെഡ് പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതെന്ന് നോക്കാം. ഇതൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ബോക്സിലും പിന്നെ ഈവനിങ് ചായേൻ്റെ കൂട്ടത്തിലും ആരെങ്കിലും ഗസ്റ്റ് വേഗത്തിൽ വീട്ടിൽ വന്നാലും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അധികം സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രെഡ് പക്കോടയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിന് പകരം മൈദമാവാണെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ മസാലകൾ കുറച്ച് ഹോളായിട്ടുള്ള പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന, പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അതായിട്ടൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ഈ ബ്രെഡ് ചെറിയ പീസായിട്ട് ഇടാവുന്നതാണ്. ബ്രെഡ് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇടുക. ഫസ്റ്റ് ഉള്ളി ഇടുക, പിന്നെ ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കടലമാവ്, പിന്നെ മസാലകൾ, പിന്നെ ഈ മല്ലിയിലയും കറിവേപ്പിലയും നന്നായി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. മല്ലിയിലയും കറിവേപ്പിലയും ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഉപ്പ് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇനി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് ഫസ്റ്റ് നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട്, വളരെ കുറച്ച് മാത്രം, ഒരു 2 സ്പൂണോ 3 സ്പൂണോ മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇത് ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡും ഉള്ളിയും പിന്നെ പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില, മസാല എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 2 സ്പൂണോളം, 2 അല്ലെങ്കിൽ 3 സ്പൂണോളം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ചേർക്കുന്നുണ്ട്. 3 സ്പൂണോളം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ മാവ് ഇരിക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ചെറിയ ഇതായിട്ട് എടുത്തിട്ട് പക്കോടയൊക്കെ ഇടുന്നത് പോലെ ചെറിയ ഇതാക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ ഇങ്ങനത്തെ ഒരു പാകമാണ് ഇതിന് വേണ്ടത്. ഒരു 4 സ്പൂണോളം വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിന് വ്യത്യാസം വരാം. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇനി ഒരു ഫ്രൈയിങ് പാൻ എണ്ണ ചൂടാക്കി അതിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മാവ് ഇടാവുന്നതാണ്. ഇനി നമ്മുടെ മാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട്, ബോൾസ് ആക്കണമെന്നൊന്നുമില്ല, പക്കോടേൻ്റെ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചായിട്ട് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവാണ്ടുണ്ടാവും.
ബ്രെഡ് ഇട്ടേക്കുന്നത് കൊണ്ട് വേഗം ഫ്രൈ ആവും. അപ്പം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പം നമ്മുടെ ബ്രെഡ് പക്കോടാസ് എല്ലാം നല്ല തീയിൽ കിടന്നിട്ട് നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ഭാഗം വെന്ത് കഴിയുമ്പം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനത് മറിച്ചിടുവാണ്. ഒരു ഭാഗം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി എല്ലാ പക്കോടകളും ഇതേപോലെ മറിച്ചിടാവുന്നതാണ്. ഏകദേശം പക്കോടാസ് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. രണ്ട് വശവും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിയും ബ്രെഡും കൊണ്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് സോസും കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റാണ്. വെറുതെ ഇത് കഴിക്കാനും നല്ലതാണ്. ചായൻ്റെ കൂട്ടത്തിൽ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാകും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്